ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം 4-ാമത്തെ വാക്യം. അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. ചരിത്രം എഴുതിയ ലൂക്കോസ് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തുമ്പോഴും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രേഖപ്പെടുത്തുമ്പോഴും താൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ക്രമമായി എഴുതുന്നു. ക്രമമായി എഴുതുന്നതിന് മുമ്പ് സൂക്ഷ്മമായി സകലവും പരിശോധിക്കുന്നു. ഏതൊരു വേദ പഠിതാവിനും പ്രസംഗകനും ഉണ്ടായിരിക്കേണ്ട 2 മനോഭാവങ്ങളാണത്. 1, സൂക്ഷ്മമായി പരിശോധിക്കുക. 2, ക്രമമായി എഴുതുക, ക്രമമായി പ്രസംഗിക്കുക. ഇന്ന് പലരും വായി തുറന്നാൽ എന്ത് പറയുന്നു എന്ന് പറയുന്നവർക്കും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. എന്ത് ദാരുണമാണ്! എന്നാൽ അങ്ങനെയാകരുത്. ക്രമമായി എഴുതുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പ് സൂക്ഷ്മമായി പരിശോധിക്കണം എന്നുള്ളത് ലൂക്കോസിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.